ഡൈ വിത്ത് മെമ്മറീസ് നോട്ട് വിത്ത് ഡ്രീംസ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ കണ്ടതാണ്. എത്ര അർത്ഥവത്തായ വരികൾ! സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കിയ ഒരു യാത്രയുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ഒരു ഹിൽ സ്റ്റേഷനാണ് ഏർക്കാട്. സേലത്തു നിന്നും 1 മണിക്കൂർ യാത്ര ചെയ്താൽ ഏർക്കാട് ടൗണിൽ എത്തിച്ചേരാം. 20ഓളം ഹെയർപിൻ വളവുകളാണ് ഈ യാത്രയിൽ പിന്നിടേണ്ടത്. സേലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഈ ഹിൽ സ്റ്റേഷൻ ശാന്തമായ അന്തരീക്ഷം, പച്ചപ്പ്, സുഖകരമായ കാലാവസ്ഥ എന്നിവയ്ക്ക് പേരുകേട്ട ഒരു സ്ഥലമാണ്. എമറാൾഡ് ലേക്ക് അല്ലെങ്കിൽ ബിഗ് ലേക്ക് എന്നറിയപ്പെടുന്ന ഏർക്കാട് തടാകമാണിത്. തമിഴ്നാട്ടിലെ ഹിൽ സ്റ്റേഷനുകളിൽ പ്രകൃതിദത്തമായി രൂപപ്പെട്ട ഏക തടാകം എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ഏർക്കാട് ടൗണിൽ നിന്നും 2.5 മണിക്കൂർ യാത്ര ചെയ്ത് ഞങ്ങൾ താമസിക്കുന്ന മാംഗോ ഹിൽ റിസോർട്ടിൽ എത്തിച്ചേർന്നു. പഴയ ബ്രിട്ടീഷ് ബംഗ്ലോ ഫീൽ തരുന്ന ഒരു റിസോർട്ട്. ഇതിൻ്റെ ഡിസൈൻ തികച്ചും ഒരു റോയൽ ഫീൽ തരുന്ന ഒന്നാണ്. ആകാംക്ഷയോടെ ഞങ്ങൾ റൂമിലേക്ക് നടന്നു. നഹ്ല. തികച്ചും ഒരു സിമ്പിൾ ലുക്കുള്ള ലക്ഷറിയസ് ആയ ഈ റൂം ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല കാറ്റും വെളിച്ചവും കടക്കുന്ന ഈ റൂമിൻ്റെ ബാൽക്കണി വ്യൂ വളരെ മനോഹരമാണ്. മലകളാൽ ചുറ്റപ്പെട്ട ഈ റിസോർട്ടിൻ്റെ ബാക്കി കാഴ്ചകളിലേക്ക് ഞാൻ നടന്നു തുടങ്ങി. ഇതാണ് ഇവിടുത്തെ വിശാലമായ റെസ്റ്റോറൻറ്റ്. ചുവരുകളിൽ മനോഹരമായ ഛായാചിത്രങ്ങളും പഴയകാല വിളക്കുകളെ ഓർമ്മിപ്പിക്കുന്ന ലാമ്പുകളും എല്ലാം ഈ റെസ്റ്റോറൻറ്റിന് ഒരു റോയൽ ലുക്ക് പ്രദാനം ചെയ്യുന്നു. ചെറിയൊരു ഫുഡിങ്ങിന് ശേഷം ഞങ്ങൾ ബോട്ടിങ്ങിനായി എമറാൾഡ് ലേക്കിലേക്ക് തിരിച്ചു. എമറാൾഡ് ലേക്കിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അവിടെയാണ് ഞങ്ങളിപ്പോൾ ബോട്ടിങ്ങിന് വന്നിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ 18 ഡിഗ്രിയാണ്. മൂടൽ മഞ്ഞ് ആ തടാകത്തിൻ്റെ ഭംഗി 10 മടങ്ങ് വർദ്ധിപ്പിച്ചു. Sometimes you need to forget all the problems and just feel the nature. അങ്ങനെ ഞങ്ങളുടെ ബോട്ടിംഗ് ആരംഭിച്ചു. തുഴയുടെ താളത്തിനൊത്ത് ഞങ്ങളുടെ മനസ്സും സഞ്ചരിച്ചു. We were enjoying the moment. ഇതാണ് ജെൻസീറ്റ്, ഏർക്കാട് ടൗണിലെ പ്രശസ്തമായ വ്യൂ പോയിന്റ്. സേലം പട്ടണത്തിൻ്റെയും കാട്ട് റോഡിൻ്റെയും വിശാലമായ കാഴ്ചകൾ ഈ വ്യൂ പോയിന്റിൽ നിന്ന് കാണാൻ കഴിയും. ഇവിടുത്തെ സൂര്യാസ്തമയ കാഴ്ച അതിമനോഹരമാണ്. സമയം ഇപ്പോൾ 6:30. മെല്ലെ ഇരുട്ടു വീണു തുടങ്ങി. ഞങ്ങൾ ഇന്നത്തെ യാത്ര അവസാനിപ്പിച്ച് റിസോർട്ടിലേക്ക് മടങ്ങി. സമയം ഇപ്പോൾ രാവിലെ 9 മണി. ഞങ്ങളിപ്പോൾ കിളിയൂർ വെള്ളച്ചാട്ടത്തിലേക്കുള്ള യാത്രയിലാണ്. ടൗണിൽ നിന്നും 6 കിലോമീറ്റർ മാറി ശാന്തസുന്ദരമായ ഒരു സ്ഥലത്താണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. വെള്ളച്ചാട്ടത്തിലേക്ക് നയിക്കുന്ന 2 വഴികളാണുള്ളത്. ഒന്ന് കാൽനടയായും പിന്നെ ഒരു ചെറിയ ഓഫ് റോഡ് ജീപ്പ് യാത്രയും. ഞങ്ങൾ ജീപ്പ് യാത്ര തിരഞ്ഞെടുത്തു.
വെള്ളച്ചാട്ടത്തിലേക്കുള്ള ഞങ്ങളുടെ ജീപ്പ് യാത്ര ആരംഭിച്ചു. മരങ്ങൾ തിങ്ങി നിറഞ്ഞ കാടിലൂടെയുള്ള യാത്ര തികച്ചും ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആണ്. പാറകളും കുഴികളും എല്ലാം കടന്നുള്ള ഈ യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ കിളിയൂർ വെള്ളച്ചാട്ടത്തിൽ എത്തിച്ചേർന്നു. ജീപ്പിൽ നിന്നിറങ്ങി ഞങ്ങൾ കണ്ട ആദ്യ കാഴ്ച ഇതാണ്. അൺബിലീവബിൾ വ്യൂ. മിസ്റ്ററിയായി വെള്ളച്ചാട്ടത്തിന്റെ മറ്റൊരു വശം. ഞാൻ നടന്നു തുടങ്ങി ആകാംക്ഷയോടെ. കുറച്ചുനേരം വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹരമായ കാഴ്ച ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ മനസ്സില്ലാ മനസ്സോടെ സൺസെറ്റ് പോയിൻ്റായ പഗോഡയിലേക്ക് യാത്ര തിരിച്ചു. ഏർക്കാട് മലനിരകളുടെ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പഗോഡ പോയിന്റ് പ്രശസ്തമായ ഒരു സൺസെറ്റ് പോയിന്റാണ്. സേലം നഗരം, അയൽഗ്രാമമായ കക്കമ്പാടി, ഏർക്കാടിൻ്റെ 21 ഹെയർപിൻ വളവുകൾ എന്നിവയുടെ ഒരു ബേർഡ്സ് ഐ വ്യൂ പോയിന്റാണ് പഗോഡ ഹിൽസ്. ഇനിയുള്ള കാത്തിരിപ്പ് സൂര്യാസ്തമയത്തിന് വേണ്ടിയാണ്. കാത്തിരിപ്പിനൊടുവിൽ സൂര്യൻ അതിൻ്റെ ചക്രവാളങ്ങളിലേക്ക് മെല്ലെ യാത്രയായി. ഇത്രയും ഭംഗിയുള്ള സൺസെറ്റ് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഒരിക്കലും മറക്കാത്ത ആ വിസ്മയ കാഴ്ച കണ്ട് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനായ സ്കൈ പാർക്കിലേക്ക് യാത്ര തിരിച്ചു. ഇതാണ് സ്കൈ പാർക്ക്. ഏർക്കാട് വരുന്ന ആരും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലം. ഇതൊരു തീം പാർക്ക് കൺസെപ്റ്റാണ്. ഇതിനുള്ളിൽ രാവിലെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസും രാത്രി ലേസർ ഷോസും നടത്താറുണ്ട്. ആകാംക്ഷയോടെ ഞങ്ങൾ പാർക്കിലേക്ക് കടന്നു. വിവിധ നിറത്തിലുള്ള ലൈറ്റ് കൊണ്ട് അലങ്കരിച്ച പാർക്ക് കണ്ണുകൾക്ക് നല്ല ഒരു വിരുന്നൊരുക്കി. ഇവിടുത്തെ ഇല്യൂമിനേറ്റിംഗ് കേവ് നമ്മളെ നിറങ്ങളുടെ ഒരു മായിക ലോകത്തേക്ക് കൊണ്ടുപോകും. ഇറ്റ് വാസ് വൺ ഓഫ് എ കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ്. എവിടെയും നിറക്കാഴ്ചകൾ. ഒരു ഫെയറി ലാൻഡിലെത്തിയ ഫീൽ. പുതിയ കാഴ്ചകൾ തേടി ഞങ്ങളുടെ നടത്തം തുടർന്നു. ഇതാണ് ഇവിടുത്തെ ഫേമസ് ലേസർ ഷോ. മരങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ലേസർ പ്രൊജക്ടർ ചിത്രശലഭങ്ങളുടെ ഒരു 3D ഇമേജ് ഫ്ലോറിൽ പതിപ്പിക്കുന്നു. ഒരു മാജിക്കൽ ഫീൽ തരുന്ന കാഴ്ചയാണിത്. ഇതാണ് ഇവിടുത്തെ മറ്റൊരു ലേസർ ഷോ. ഒരു വീടിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുക്കുന്ന ഈ ഷോ വളരെ ഐ ക്യാച്ചിങ് ആണ്. അത് തീരുന്നവരെ ഞങ്ങൾ അവിടെ ഇരിപ്പുറപ്പിച്ചു.
അടുത്തതായി സ്കേറി ഹൗസിലേക്ക്. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും സമയം ഇപ്പോൾ 7 മണി. ഞങ്ങൾ മാംഗോ ഹിൽ റിസോർട്ടിനോട് വിട പറഞ്ഞു. ഇനിയുള്ള ഞങ്ങളുടെ യാത്ര കൊടൈക്കനാലിലേക്കാണ്. അതിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. വീഡിയോ ഇഷ്ടമായാൽ ജസ്റ്റ് ലീവ് എ കമൻറ്റ്. താങ്ക് യു ആൾ.